നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. പ്രിയപിതാവേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അങ്ങയുടെ വലിയ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ യോഗത്തിന്റെ ആരംഭം മുതൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ, അങ്ങേ ആത്മാവിൽ ആരാധിപ്പാൻ ജനത്തിന്റെ ഹൃദയത്തിൽ കൊടുത്ത സന്തോഷത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രി നിന്റെ ജനത്തെ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനമേൽക്കാതെ ഒരു വ്യക്തി പോലും ഈ കസേര വിട്ട് എഴുന്നേൽപ്പാൻ അവിടെ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞതൊന്നും പറയാതിരിപ്പാനും അങ്ങ് പറയാത്തതൊന്നും പറയുവാനും അടിയുടെ നാവിനെ അനുവദിക്കരുത്. അങ്ങയുടെ നാമം മാത്രം ഉയരണം, ജഡം പ്രശംസിപ്പാൻ അനുവദിക്കരുതേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവമക്കൾ തങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ. ക്രിസ്തുവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവജനം, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ ദൈവം കൃപയാൽ ഭാഗ്യം ഒരുക്കിയതോർത്ത് സകല മഹത്വവും ക്രൂശിൻ്റെ ചുവട്ടിൽ അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ എൻ്റെ നാവിനെ ശക്തമാക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനോട് പറഞ്ഞ ഒരു ദൂത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സ്വർഗം ചില വിടുതലുകൾ ഇതിനകത്തയക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. പിശാച് ഇപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം, അത് സംഭവിക്കുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് ഞാൻ പറയട്ടെ. ശാസ്ത്രം പറയുന്നു നീ തെളിയിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന്. എന്നാൽ ദൈവം പറയുന്നു നീ വിശ്വസിച്ചാൽ ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. ശാസ്ത്രത്തെ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി സ്വർഗത്തിന് ചിലത് ചെയ്യാനുണ്ട്. നീ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഇന്ന് രാത്രി സ്വർഗം നിനക്കൊരു വിടുതലയക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മാത്രമല്ല സ്വർഗം വിടുതലയക്കുന്നത്, നിന്റെ ഭവനത്തിൽ നീ പുറപ്പെട്ടപ്പോൾ നീ കണ്ടിട്ട് പോകുന്ന വിഷയത്തിന്റെ മേൽ. പ്രൈസ് ഗോഡ്. അത് മൈലുകൾക്കപ്പുറമായിരുന്നാലും ദൂരമായിരുന്നാലും വളരെയധികം ദൂരത്തിലും ഇന്ന് രാത്രി അതിവേഗം സഞ്ചരിക്കുന്ന വചനം പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ ഹൃദയത്തിനകത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദൂത് വരുമ്പോൾ അത് ബോംബ് പോലെയാ കടന്നു വരുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഇത് രാത്രി ഞാൻ പറയട്ടെ, വലിയ മീറ്റിങ്ങുകൾക്കകത്തും ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ചുരുക്കം ചിലരുണ്ട്. ആ വ്യക്തി ഞാനായിരിക്കണോ എന്നാരൊക്കെ പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി വിടുതലായിരിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നിന്റെ കുടുംബത്തിന്റെ തകർന്ന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗം ഒരു ദൂത് തരാൻ പോകുകയാണ്. പ്രൈസ് ലോർഡ്. യോസഫ് എന്ന മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് നാളുകൾ കുറേയായി. പ്രൈസ് ലോർഡ്. യാക്കോബ് വാർദ്ധക്യത്തിലായി. യാക്കോബിന്റെ കാലത്ത് ക്ഷാമം വന്നിട്ട് സഹോദരങ്ങളെ, സ്വന്തം മക്കളെ മിസ്രൈമിലേക്ക് ധാന്യത്തിന് വേണ്ടി അയച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നയാൾ യോസഫാണെന്നറിയില്ല. യോസഫ് ഓരോരുത്തരെ അവിടെ പിടിച്ചു നിർത്താൻ തുടങ്ങി. ശിമയോനെ പിടിച്ചു നിർത്തി. അത് കഴിഞ്ഞിട്ട് ബെന്യാമീനെയും കൊണ്ട് ചെന്നാലേ ശിമയോനെ പുറത്ത് വിടുകയുള്ളൂ. യാക്കോബിന്റെ അടുക്കൽ വന്ന് ബെന്യാമീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി തീർക്കുകയാ. എനിക്ക് യോസഫില്ല,
ശിമയോനുമില്ല, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബെന്യാമിനെയും കൂടെ കൊണ്ടുപോവുകയാ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ആരംഭത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥനാമുറിയിൽ പറഞ്ഞൊരു ദൂത് പറഞ്ഞ് ആരംഭിക്കട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് നീ കടന്നു വന്നപ്പോഴും നീ പറഞ്ഞുകൊണ്ട് വന്നത് മറ്റുള്ളവർക്കില്ലാത്ത പ്രതികൂലം എൻ്റെ ജീവിതത്തിലുണ്ട്, സകലവും എനിക്ക് പ്രതികൂലമാണെന്ന്. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞവരോട് ദൈവാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാൻ പോകുക. ചില അധ്യായങ്ങൾ കഴിയുമ്പോൾ യാക്കോബിന്റെ ഹൃദയത്തിൽ ചൈതന്യം വരത്തക്ക നിലയിൽ ചില രഥങ്ങൾ അവന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയോ. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂല വേളകളിൽ നീ പലതും പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞിരിക്കാം. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നിന്റെ വീടിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരാൻ പോകുക. നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരാൻ പോകുക. യോസഫില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ യോസഫിനെ നീ കാണുന്നതിന് മുൻപ് ഒരു രഥം അവൻ അയക്കാൻ പോകുക. ഒരു രഥം നിന്റെ വിശ്വാസ കണ്ണുകളാൽ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നഷ്ടപ്പെട്ട യോസഫെ അവൻ മടങ്ങി വരുന്നതിന് മുൻപ് ഒരു രഥം നിന്റെ വീടിന്റെ വാതിക്കൽ വന്നു നിന്നാൽ നിന്റെ സന്തോഷം എത്ര വലുതായിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവേ, തകർന്ന് നഷ്ടപ്പെട്ടു, ഇനി മടങ്ങി വരികയില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് സ്വർഗം ഒരു രഥത്തെ അയക്കാൻ പോകുക. ഓ പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നവൻ പറയട്ടെ, ബ്രദർ PG വർഗീസ് അദ്ദേഹം ഒരിക്കലൊരു കൊച്ചു കുഞ്ഞുമായി യാത്ര ചെയ്യുവാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹം പോകേണ്ട ട്രെയിൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരേണ്ടതാണ്. 1 മണിക്കൂർ മുമ്പേ ആ ട്രെയിൻ പോയി. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം. ഈ മനുഷ്യൻ റെയിൽവേ അധികൃതരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് 1 മണിക്കൂർ മുമ്പ് പോയി. ഇനി അതെന്ന് വരും? അടുത്ത ആഴ്ച ഇതേ സമയത്ത് വരും. ഞാൻ ഈ കുഞ്ഞുമായി തണുത്ത് വിറച്ച് നിൽക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെ ഇവിടെ നിൽക്കും? ആ മനുഷ്യൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇല്ല, എന്നെ കയറ്റിക്കൊണ്ട് പോകേണ്ട ട്രെയിൻ ഇന്ന് രാത്രി മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. റെയിൽവേക്കാർ പറഞ്ഞു, ഇല്ല, ഇനി ആ ട്രെയിൻ മടങ്ങി വരില്ല. ബ്രദർ PG വർഗീസ് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ആ ട്രെയിൻ മടങ്ങി വരും. സംഭവിച്ചത് കേൾക്കണമോ? ട്രെയിൻ 1 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. എന്നാൽ ചെന്ന സ്ഥലത്ത് അതിന്റെ എഞ്ചിൻ കേടായിട്ട് അവിടേക്ക് ഒരു എഞ്ചിൻ വിട്ടാൽ മതി റെയിൽവേക്കാർക്ക്. എന്നാൽ അത് വേണ്ട, തൻ്റെ ഭക്തന് വേണ്ടി ആ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ മടങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു, ഇനി മടക്കി ലഭിക്കയില്ലെന്ന് പറയുന്നത് സ്വർഗം ഇന്ന് രാത്രി മടക്കി വരുത്താൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരു ട്രെയിൻ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ലെന്ന് ശത്രു നിന്റെ മുഖത്ത് നോക്കി പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ആ ട്രെയിൻ ഇന്ന് മടങ്ങി വരാൻ പോകുക. ആ യോസഫ് നിന്റെ ജീവിതത്തിൽ മടങ്ങി വരാൻ പോകുക. നിനക്ക് നഷ്ടപ്പെട്ട സകലതും അവൻ ഇരട്ടി മഹത്വത്തോടെ അവൻ മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ദൈവത്തെ സ്തുതിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി വചനം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്താ കർത്താവെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിച്ചത് ശമര്യക്കാരി സ്ത്രീയിലൂടെ സംസാരിപ്പാൻ. ഈ പട്ടണത്തിനകത്ത് എനിക്ക് വളരെ ജനമുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെന്ന്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജോലി നഷ്ടപ്പെടുമെന്നുള്ള നിരാശയിടിക്കുകയാണോ? നല്ല കാര്യം. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, നാളെയല്ലേ ജോലി നഷ്ടപ്പെടുന്നത്, ഇന്ന് നഷ്ടപ്പെട്ടില്ലല്ലോ. ഇന്ന് ആരോഗ്യത്തോടെ മറ്റൊരാളിൻ്റെ സഹായം കൂടാതെ ഈ ഹോളിനകത്ത് വന്ന് ഈ കസേരയിൽ ഇരിക്കാൻ നിനക്ക് കൃപ ലഭിച്ചെങ്കിൽ അതിനൊരു നന്ദി പറയാമോ? അതിനൊരു നന്ദി പറയാമെങ്കിൽ നിനക്കെതിരെയുള്ള ഫയലുകളെ സ്വർഗം ഇന്ന് പകൽക്കാലം രാത്രി തിരുത്താൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഉന്നതന്മാരോട് ദൈവം സംസാരിക്കണമെങ്കിൽ നീ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താൽ മതി. നഷ്ടപ്പെടുമെന്ന് പറയുന്ന പിശാചിനോട് പറയണം, പിശാചേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അടുത്തൊരു ദൂത് പിശാചിനോട് പറയണം, യഹോവ വാഴുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് യഹോവ വാഴുന്നുവെന്ന്? ഇന്ന് രാത്രി നിന്റെ വിഷയം ഏതായിരുന്നാലും നീ വിശ്വാസത്തോടെ പറയണം, യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു, യഹോവ വാഴുന്നു. ദൈവം നിന്റെ മേലാക്കി വെച്ച താൽക്കാലിക യജമാനന്മാരെക്കാൾ ഉന്നതനായി തീർന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉന്നതന്മാരെ വാഴുന്ന ഒരുവൻ നിന്റെ അകത്തുണ്ട്. അവനാണ് ഇന്ന് രാത്രി ഇവിടെ ഉയരേണ്ടത്. ആ ക്രൂശാണ് ഉയരേണ്ടത്. നീ ആരാണെന്നുള്ള ദൈവത്തിന് വിഷയമല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ വായിച്ചത് ശമര്യക്കാരി സ്ത്രീയെ കുറിച്ചാണ്. എല്ലാവർക്കും അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് പലരും പ്രസംഗിക്കാൻ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ ചിന്തിച്ചു കാണും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോൾ ഈ 2 പേരെയായി പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ അയച്ചു. അവരോട് പറഞ്ഞ ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എടുക്കണ്ട, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ ശമര്യക്കാരുടെ ഇടയിൽ കടക്കണ്ടെന്ന്. അതെന്തുകൊണ്ടാ? ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. ശമര്യക്കാരുടെ ഇടയിൽ സാധാരണ ഒരു നല്ല പാരമ്പര്യമുള്ള യഹൂദനും കടക്കത്തില്ല. അഥവാ ചെന്നാൽ തന്നെ ഒരു സ്ത്രീയോട് സംസാരിക്കത്തുമില്ല. അത്ര വെറുക്കപ്പെട്ട ഒരു സ്ഥലമാണ് ശമര്യ. യഹൂദനും ജാതിയും ചേർന്നുള്ള സങ്കരവർഗം തിങ്ങി പാർക്കുന്ന ആ സ്ഥലത്തൂടെ യഹൂദൻ കടന്നു പോകാൻ ഇഷ്ടപ്പെടാറില്ല. യഹൂദ്യയ്ക്കും ഗലീലയ്ക്കും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തൂടെ കടന്നാൽ 2 ദിവസത്തെ വഴി ദൂരം കുറച്ച് നടന്നാൽ മതി. എന്നാൽ ഇവരുടെ ഇടയിൽ കൂടി കടന്നു പോകുവാൻ ആഗ്രഹിക്കാത്ത യഹൂദൻ ചുറ്റിക്കറങ്ങി 2 ദിവസത്തെ വഴി കൂടുതൽ നടന്നാലും സാരമില്ല, ഇവരുടെ അടുക്കൽ പോകുകയെന്നുള്ള തീരുമാനമാണ്. എന്നാൽ ആ ചിന്തകൾക്ക് ഒരു മാറ്റം വരുത്താനാണ് യേശു വന്നത്. ശിഷ്യന്മാർ ചെന്നാൽ ആ ദേശത്തിലെ ഏറ്റവും ഉന്നതനായ ആളെ കാണും. എൻ്റെ ഭാഷയിൽ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണെന്ന് ചോദിക്കും. ആ പുള്ളിയോട് എന്ന് സുവിശേഷം പറയാതെ അവിടെ തന്നെ ഇരിക്കും. പുള്ളി സ്ഥാനം ഇറങ്ങുമ്പോൾ അതും തീർന്നു. എന്നാൽ കർത്താവ് നോക്കിയപ്പോൾ കർത്താവിന് മനസ്സിലായി സുവിശേഷം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ആ അവഗണിക്കപ്പെട്ട സമൂഹത്തിൻ്റെ നടുവിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മറ്റുള്ളവർ മാറ്റി നിർത്തിയ നിന്റെ അടുക്കലേക്ക് സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുകയാണ്. ലോകം മുഴുവൻ നിനക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ സ്വർഗം പറയുന്നു, നീ എനിക്ക് ഏറ്റവും വിലയേറിയവളാ. ആ വാക്ക് കേട്ടിട്ടുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ മഹത്വമുള്ള നാമത്തിന്റെ സ്നേഹം നിനക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കണ്ട, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കണം. പ്രൈസ് ഗോഡ്. ഈ സ്ത്രീയുടെ അടുക്കൽ ചെല്ലാനുള്ള മറ്റൊരു കാരണം, അവഗണിക്കപ്പെട്ട സമൂഹത്തിന്റെ നടുവിൽ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവ് എടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട സമൂഹത്തിൻ്റെ വേദന യഥാർത്ഥത്തിൽ മനസ്സിലാവണമെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ അവഗണന അനുഭവിച്ചവളായിരിക്കണം. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച സകല വേദനകൾക്കും ഒരു ഉത്തരവാദിയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല. ഇന്ന് രാത്രി ഞാൻ പാടിയ പാട്ടിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ന് നീ അനുഭവിക്കുന്ന വേദന നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല, മറിച്ച് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ്. ചില പാട്ടുകളൊക്കെ നാം ദൈവത്തോട് പറയുന്നതാ, എന്നാൽ ചില പാട്ടുകളൊക്കെ ദൈവം നമ്മോട് പറയുകയാ. ഇന്ന് രാത്രി അവൻ നമ്മോട് പറയുകയാ, നിന്റെ കഷ്ടങ്ങളുടെ നടുവിൽ നീ തളർന്നു പോകരുത്, നീ പതറിപ്പോകരുത്, കാരണം ഞാൻ നിന്റെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അവഗണിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ വേദന അറിയാവുന്ന യേശു അവളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുകയാണ്. ദൈവം നോക്കുന്നത് യോഗ്യതയുള്ളവരെയല്ല, യോഗ്യതയില്ലാത്തവരെയാ. യോഗ്യതയുള്ള പലരെയും മാറ്റി നിർത്തിയിട്ട് യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. യോഗ്യതയുള്ളവരെ നോക്കിയാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നോക്കണം, എന്നാൽ ലോകം ഉന്നതന്മാരെ നോക്കുന്നു. ദൈവം നിന്റെ ഹൃദയത്തിന്റെ നിലയറിഞ്ഞ് യോഗ്യതയില്ലാത്തവളെ നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അവഗണിക്കപ്പെട്ട ഈ സ്ത്രീയുടെ മനോവേദന യഥാർത്ഥത്തിൽ അറിയാവുന്ന ഒരാൾ യേശു മാത്രമാണ്.
പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയുടെ അടുക്കലേക്ക് യേശു കടന്നു വന്ന് അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏറിയ സമയം ശിഷ്യന്മാർ ഭക്ഷണം കൊണ്ട് മടങ്ങി വരുന്നത് വരെയും ഈ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് കർത്താവ് ഇരിക്കുകയാണ്. നമുക്ക് തകർന്ന ഒരാളിനെ ആശ്വസിപ്പിക്കുവാൻ ഒരു നിമിഷം പോലും എടുക്കാനില്ല. എന്നാൽ നിന്റെ വേദന യഥാർത്ഥത്തിൽ അറിയുന്ന യേശു തമ്പുരാൻ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, നിന്റെ വേദന മുഴുവൻ തീരുവോളം ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് അവൻ ഇറങ്ങി വരുമെന്ന്. നിന്നെ വേദനിപ്പിക്കുന്നവരോട് ഇടപെടുവാൻ സ്വർഗം ഇന്ന് രാത്രി ചിലത് ചെയ്യാൻ പോകുക. നിനക്ക് വിശ്വസിക്കാമോ? അവരെ തകർക്കാൻ നീ പ്രാർത്ഥിക്കരുത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ മുൻപിലുള്ള പർവ്വതങ്ങളെ അവൻ സമഭൂമിയാക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഈ സ്ത്രീയെ യേശു വളരെ സ്നേഹിച്ചത് കൊണ്ട് അവരുടെ അടുക്കൽ ഇരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടണത്തിന് നടുവിൽ അവഗണിക്കപ്പെട്ട എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുമോ? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എൻ്റെ കാര്യം ശരിയായി, ഇനി ഞാൻ ആരെയും നോക്കുന്നില്ല, അങ്ങനെ മനോഭാവമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഞാൻ കേരളത്തിലെ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയാറുണ്ട്. എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടില്ല. ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഭയങ്കര തിരക്ക് വരുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കൈ കാണിക്കും. ആ വണ്ടി നിർത്തിയില്ലെങ്കിൽ നമ്മൾ പറയും, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു, അതിനകത്ത് പന്ത് കളിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, നിർത്തിയില്ലെന്ന് പറയും. ഇനി ഏതെങ്കിലും കാരണവശാൽ കണ്ടക്ടറിനൊരു ഇഷ്ടം തോന്നി അങ്ങ് ബെല്ലടിച്ച് നമ്മളെ അങ്ങ് കയറ്റി. വണ്ടി അങ്ങ് നീങ്ങിക്കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിലിരുന്ന് പാവപ്പെട്ട ഒരു സഹോദരി കൂട്ടായ്മയ്ക്ക് പോകാൻ കൈ നീട്ടുമ്പോൾ നമ്മളെന്താ പറയണമെന്നറിയാമോ? പുറകെ എത്ര വണ്ടി വരുന്നുണ്ട്, ഇതിനകത്ത് തന്നെ കയറണം. പൈസല്ലോ സ്വത്രം എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇവിടെ. നമ്മുടെ മനോഭാവം ഇങ്ങനെയാ, ഞാൻ ഏതായാലും അകത്ത് കയറി, ഇനിയുള്ളവരവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്വർഗം നിന്റെ മനോഭാവത്തെ കണ്ടുകൊണ്ടിരിക്കുക. ചിലരെയും കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള അഭിഷേകം പ്രാപിച്ച ദൈവജനമായിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന അനേക പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു മാനസാന്തരത്തോടെ മടങ്ങിപ്പോകണം. സ്വർഗം ചിലരെ അഭിഷേകം ചെയ്ത് ഈ തലമുറയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ പിശാച് പറയുന്ന വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഭവനത്തിന്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ ഹൃദയത്തിനകത്ത് സ്വർഗം ഒരു രൂപാന്തരം വരുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു അവരുടെ അടുക്കൽ സംസാരിക്കുക. മതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അവഗണനയൊന്നും ദൈവത്തിന് വിഷയമല്ല. മറ്റുള്ളവരെന്തു പറയുന്നു, ഞാൻ ആ വ്യക്തിയെ നേടാൻ ചെന്നാൽ ലോകം എന്തു പറയും, ദൈവത്തിന് അത് വിഷയമല്ലെങ്കിൽ നീ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ നിനക്കും പൊള്ളലേൽക്കാം. പൊള്ളലേൽക്കാൻ മനസ്സുള്ളവരെ തീയിലേക്ക് ഇറങ്ങാവുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ തീ പേടിച്ചാണോ നീ കരയിലിരിക്കുന്നത്? എന്നാൽ ഇവിടെ വച്ചല്ല അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലരെ ഈ പട്ടണത്തിനകത്തു നേടിയെടുക്കുവാൻ അഭിഷേകം പ്രാപിച്ച ദൈവദാസിമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ച അനുഗ്രഹീതരായ ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലുള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുന്നാലെ അവന്റെ മുൻപിൽ താഴ്ന്നിരുന്നുകൊണ്ട് ദൈവസന്നിധി കവിണ്ണു വീണ് നിലവിളിക്കുന്ന ദൈവദാസിമാരെ, ഈ പട്ടണത്തെ സ്വർഗം നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുക. ഇതുവരെ UAE-ക്കകത്ത് യൂണിറ്റ് ആരംഭിച്ചെങ്കിൽ യൂണിറ്റ് വിസ്തരിക്കാൻ പോകുക. UAE-യിൽ മുഴുവൻ മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ യൂണിറ്റ് വരാൻ പോകുക. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ ആരംഭിക്കുക. ദൈവം ഇന്ന് രാത്രി ചിലത് ചെയ്യും. തകർന്ന് കിടക്കുന്ന ആർക്കും വേണ്ടാത്ത ചിലരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ അഭിഷേകം ഏൽപ്പിക്കപ്പെട്ട ദൈവദാസിദാസന്മാരെ മടുത്തിരിക്കരുത്. ലോകത്തിന്റെ ശബ്ദം കേൾക്കരുത്. സഹോദരി എന്ന് പറഞ്ഞ് പിന്മാറുകയും അരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ അവളുടെ യോഗ്യത ഞാൻ പറയാം. ഈ സ്ത്രീയുടെ പേര് വേദപുസ്തകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എന്തേലും ഒരു ചെറിയ കാര്യം നടത്തിയാൽ നോട്ടീസ് അടിക്കാതെ ആരും മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. 10 പേരോട് പറയാം, മൊബൈൽ ഫോണിലൂടെയെങ്കിലും പറയും. എന്നാൽ മുഴുവൻ പട്ടണത്തെ ഒരു ദിവസം കൊണ്ട് സുവിശേഷീകരിച്ച വേറെ ഒരു ദൈവദാസനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അതൊരു സ്ത്രീ ആയതിനായി സ്തോത്രം. നിങ്ങൾ പോലും ഒരു സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെങ്കിലും പറയുമെന്നാണ് ഞാൻ ഓർത്തെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സ്ത്രീയുടെ പേര് വേദപുസ്തകത്തിൽ ഇല്ലാത്തതിനായി സ്തോത്രം. അതിൻ്റെ കാരണം ഞാൻ പറയാം. റോസമ്മേന്നാണെങ്കിൽ ആ റോസമ്മ അവിടെ കൊണ്ട് അങ്ങ് തീരും. ഇപ്പം പേര് ശമരിയക്കാരി എന്നാണ്. ഒരു പട്ടണത്തിൻ്റെ പേരിൽ നിന്നെ അറിയിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പലതും പുറത്തു വരാത്തത്.
നിന്റെ വ്യക്തിപരമായ പേര് പറഞ്ഞാൽ ഇവിടം കൊണ്ടൊക്കെ നിൽക്കും. എന്നാൽ ആ പട്ടണത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടാൽ ആർക്കും പിന്നെ മറക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ തന്ന അഭിഷേകം ഒരു സാധാരണ അഭിഷേകമല്ല, ഒരു അസാധാരണ അഭിഷേകമാണ്. മറ്റുള്ളവർക്കറിയാത്ത ചിലത് നിന്റെ അകത്ത് ഒളിച്ചു വെച്ചിട്ടാണ് നിന്നെ അവൻ പുറത്തു കൊണ്ടുവന്നത്. നിന്റെ വിളിയിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്, നിന്റെ വിളിയിൽ അത് വെളിപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പേര് പുറത്തു വന്നില്ലേ പിന്നെ ചെയ്യുന്നതിനകത്ത് തന്നെ ഒരു സുഖം. ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പിതാവ് മരിച്ചു. ആ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുൻപ് ഈ മനോരമയിൽ പത്രത്തിൽ പേര് കൊടുത്തു. ഈ ഫ്രീയാ മനോരമയിൽ ഇപ്പം നിര്യാതരായവരുടെ കോളം കൊടുക്കുന്നത്. അവരവരുടെ വീട്ടിൽ ഒരുപാട് നാളായി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, അപ്പച്ചൻ മരിച്ചാലെങ്കിലും പേര് പത്രത്തിലൊന്ന് വരുമല്ലോ എന്ന് ഓർത്ത് അവരൊരു നീണ്ട ലിസ്റ്റ് എഴുതി, മക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് വലിയൊരു ലിസ്റ്റ് എഴുതി മനോരമയിലേക്ക് അയച്ചു. മനോരമക്കാർ വിളിച്ചു, 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്രം ഇറക്കേണ്ടത്, അവസാനമായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പേരൊന്ന് കുറയ്ക്കണം, ഇത്രയും നീളമുള്ള പേരൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വേഗം വേണമെന്ന് പറഞ്ഞു. ഇവർ പോയിരുന്ന് കൂടി ആലോചിച്ചു, ആരുടെ പേരാ കുറയ്ക്കാൻ പറ്റുന്നത്? അവസാനം മടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, ആദ്യത്തെ പേരങ്ങ് കുറച്ചേക്കാൻ പറഞ്ഞു. മനസ്സിലായവർക്കായി സ്തോത്രം. ഇപ്പം ആ പുള്ളി മാത്രമേ ഉള്ളൂ പ്രതികരിക്കാതിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഈ പേര് വരാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതുപോലല്ലേ സുവിശേഷ പ്രവർത്തനം ദൈവം ഏൽപ്പിച്ചിട്ട് പേരും പെരുമയും ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതിഫലം കിട്ടിപ്പോയെന്ന് അതിൻ്റെ അർത്ഥം. നിന്റെ പേര് പത്രത്തിൽ വരാൻ നീ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥനാമുറിയിൽ അങ്ങ് കവിണ്ണ് വീണ് കിടക്കണം. അഭിഷേകം അവൻ നിന്റെ തലയിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ നിന്റെ പേരറിയാതെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അഭിഷേകമാണോ സ്ഥാനമാണോ വലുത്? ചിലർ പറയും സ്ഥാനമാവരുത്, ഞാൻ പറയാം അഭിഷേകമാവരുത്. എത്ര പേരുടെ കൂടെ യോജിക്കും? പ്രൈസ് ദി ലോർഡ്. അതും കൂടെ പറയാം. ഉറക്കം വരുന്ന ചിലരുണ്ടല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് നൈനാച്ചാനൊക്കെ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വന്നതാ. പറയട്ടെ, സ്ഥാനമുള്ള കുറേ ദൈവദാസന്മാരൊരു സ്ഥലത്ത് കൂടി ഒരു മീറ്റിംഗ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. യോഗ അങ്ങ് മൂത്ത് വന്നപ്പം ദേവദാസന്മാരിൽ ഒരാൾക്ക് ഭൂതമിളകി. പ്രൈസ് ദി ലോർഡ്. പേടിക്കണ്ട. ഭൂതമിളകിയപ്പം ഈ സ്ഥാനമുള്ള ദേവദാസന്മാർ സ്റ്റേജിൻ്റെ മൂലക്കോട്ട് മാറി രക്തം ജയം പറഞ്ഞു ധൈര്യം കൊണ്ട്. പുറയിൽ ഇവിടെ നടക്കുന്ന എന്താന്ന് കാണാൻ ഒരു പാവപ്പെട്ട അഭിഷേകമുള്ള ദേവദാസൻ വന്നിരിപ്പുണ്ടായിരുന്നു. ഇവരാരും നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ ദേവദാസൻ ഓടി ഇങ്ങോട്ട് വന്നു, യേശുവിൻ്റെ നാമത്തിൽ പോകട്ടെ പിശാചേ എന്ന് പറഞ്ഞു. ഭൂതം അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നത്തെ ദേവദാസൻ്റെ സ്ഥാനം സ്റ്റേജിലാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർക്കും അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടാന്നല്ല, ഇനി ഇളകിയാലോ എന്നോർത്താ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് പറയാം, അഭിഷേകം അകത്തുണ്ടെങ്കിൽ പുറകിലിരിക്കുന്ന നീ മുമ്പിൽ വരും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്നാരും അറിയാതെ നിനക്കൊരു വിളി ലഭിച്ചിട്ട് നീ ഒളിച്ചിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നു, ഈ 2009 നിന്നെ അവൻ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ലോകത്തിന്റെ ഉന്നതമായ കാര്യങ്ങൾക്കായിട്ടല്ല, നിന്റെ അകത്ത് ലഭിച്ച അഭിഷേകം ഇന്ന് രാത്രി സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. മനുഷ്യൻ നിന്നെ ഉയർത്തുമ്പോൾ നിന്റെ ഹൃദയം ഉയരരുത്. ഒരു ദൈവദാസൻ പാസ്റ്റർ പി.ഡി. ജോൺസൺ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, മറ്റുള്ളവർ ഉയർത്തുമ്പോൾ ഉയരാതിരിപ്പാനും മറ്റുള്ളവർ താഴ്ത്തുമ്പോൾ താഴാതിരിപ്പാനും ഒരു മനസ്സെനിക്ക് തരണമെന്ന്. പ്രൈസ് ഗോഡ്. മറ്റുള്ളവരെ നിന്നെ പൊക്കുമ്പോൾ ഓർത്തോണം, അധികം വൈകാതെ താഴോട്ടിട്ട് ചവിട്ടുമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, ഉയർത്തുന്നവരെ നോക്കി വലിയ കാര്യമായിട്ട് സന്തോഷിക്കണ്ട, താഴ്ത്തുന്നവരെ നോക്കി പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. എന്തിനാണെന്നറിയാമോ? താഴ്ന്നാലും ഇതിൽ കൂടുതൽ താഴത്തില്ലല്ലോ. ഒരുപാട് പൊക്കുമ്പോൾ ഓർത്തോണം, വീഴ്ചയ്ക്ക് നടു ഓടിയാനാ സാധ്യത. പ്രൈസ് ദി ലോർഡ്. ആരും പൊക്കാതെ ആരും അറിയാതെ നിന്നെ ഏൽപ്പിച്ച നിയോഗത്തിനനുസരിച്ച് ദൈവാത്മാവിന്റെ ദൂതേറ്റെടുത്ത് അതിനുള്ള അഭിഷേകവുമായി നീ പുറത്തു വരാമെങ്കിൽ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചിലത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് പത്രത്തിൽ പേര് കൊടുക്കാൻ പോണ്ടെന്നാ പറഞ്ഞത്. ഇരുണ്ട പ്രാർത്ഥനാമുറിയിൽ ദീർഘവർഷങ്ങളിരുന്ന് കരഞ്ഞാൽ നിന്നെ അവൻ പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുകയാ. ലോകം ഉയർത്തിയാൽ അത് താഴ്ചയാണ്. അത് കണ്ട് മനസ്സിലാക്കിയ ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹം ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്നുള്ളതാണ്. ഇന്നും നടന്നിട്ടില്ല, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്നൊരാഗ്രഹം വന്നപ്പോൾ ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററോട് ഞാൻ ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കണം.
അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, പെരിയാൽ ബൈബിൾ കോളേജിൽ പോകുക, തിങ്കളാഴ്ച രാവിലെ കറിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകണം, വെള്ളിയാഴ്ച രാത്രി വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറേ നാൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ കറി വെക്കാനുള്ള ആളൊക്കെ വീട്ടിൽ ചിലപ്പോൾ വരും. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ നല്ലത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം എന്നാ ചെയ്യുന്നത്, പോകണ്ട, ബൈബിൾ സ്കൂളിലോട്ട് പോകാൻ പറ്റത്തില്ല, ബൈബിൾ സ്കൂൾ ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പറയുന്ന അഭിഷക്തന്മാരൊക്കെ പറയുന്ന വാക്ക് ചിലപ്പോൾ കയറി പിടിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ സ്കൂൾ ഇങ്ങോട്ട് വന്നു, പിറവത്തോട്ടൊരു ബൈബിൾ സ്കൂൾ വന്നു, പാസ്റ്റർ ബാഹുത്രിയാൻ്റെ സഭയിലേക്ക് ഒരു ബൈബിൾ സ്കൂൾ വന്നു. ആദ്യത്തെ ആപ്ലിക്കേഷൻ എടുത്ത് എൻ്റെ തന്നു. പ്രാർത്ഥിച്ച ദൈവദാസി ആദ്യം പൂരിപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ബൈബിൾ സ്കൂളിലെ ഫോമുമായിട്ട് അച്ഛൻ്റെ അടുക്ക ചെന്നു. അച്ഛൻ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നയാൾ. അച്ഛനോട് ചോദിച്ചു, എപ്പോഴാണ് ക്ലാസ്? വൈകിട്ട് 6 മുതൽ 8 വരെ. ആരുണ്ട് കൂട്ട്? ആരുമില്ല. ആപ്ലിക്കേഷൻ അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചത് വെറുതെ ആയെന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയപ്പോൾ ദേവദാസിമാരും ഒക്കെ വേദപുസ്തകം പഠിക്കാൻ പോവുക, വലിയ പ്രബന്ധം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അസൂയല്ല, ഒരു വിശുദ്ധ അസൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉള്ളവർക്കില്ലാത്തതിനായി സ്തോത്രം. അസൂയൊക്കെ കൊണ്ടിങ്ങനെ കരഞ്ഞും പല പ്രാവശ്യം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, വേദനിച്ചു, നിലവിളിച്ചു. എന്നാൽ എനിക്കൊരു സമാധാനവും കിട്ടിയില്ല. ദൈവമക്കളെ, ആ കോഴ്സ് 6 മാസത്തെ കോഴ്സ് 1 വർഷത്തേക്ക് നീട്ടി. 1 വർഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ സർവീസ് നടക്കുക. ഹൃദയത്തിനകത്ത് ഈ അസൂയയും വേദനയും കഷ്ടതയും എല്ലാം കൂടെ ഓർത്തപ്പം ആകെ മനസ്സിനൊരു തളർച്ച. എന്നാലും വേണ്ടില്ല, ഗ്രാജുവേഷൻ സർവീസിന് പോയേക്കാന്നോർത്ത് പോയി. അവിടെ ചെന്നിരുന്നു, മുമ്പിൽ ചെന്ന് കയറിയിരുന്നു. എപ്പോഴും യോഗത്തിന് മുമ്പിലേ ഇരിക്കത്തുള്ളൂ, പുറകെ ഇരുന്ന പിശാച് കൊണ്ടുപോയെങ്കിലോ എന്നോർത്ത് മുമ്പിൽ വന്നിരിക്കുന്നവർക്കായി സ്തോത്രം. ചെന്നിരുന്നു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. രാത്രി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ കടന്നു വന്നതും ഈ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നതും പാസ്റ്റർ കെ.എൻ. ജോസഫ് അവറുകളാണ്. അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ്. 1 വർഷമായിട്ട് പഠിക്കാൻ പറ്റിയില്ല, എന്നാൽ ഒരു ദൂതയിലും കിട്ടട്ടെന്ന് ഓർത്ത് കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശ്വസ്തത ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്പസമയം കഴിയുമ്പോൾ ഈ വെള്ളസാരിയും വെള്ള ബ്ലൗസും ഉടുത്തവരും കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടവരൊക്കെ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്കൊരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കാൻ പറ്റാഞ്ഞതിൻ്റെ വേദന മറന്നു, ഇത് ഊതലും കിട്ടട്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ പറയുക, സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും, എന്നാൽ നിന്റെ ഉള്ളിൽ സ്വർഗം ഒരു തീ ഇട്ടെങ്കിൽ നീ രാജ്യങ്ങളിൽ പോകുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് അതാ പറയാനുള്ളത്. ഈ സ്വർഗം ഒരു തീ നിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടോ? ലോകത്തിൽ ആരും കാണാത്തൊരു തീ നിന്റെ അകത്തിട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാമോ? ആ തീ ആളിക്കത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവാത്മാവിൽ വിനയത്തോടെ പറയട്ടെ, അന്ന് അവിടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ആരും കേരളത്തിന് പുറത്തു പോലും പോയില്ല. കൃപയാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഞാനിങ്ങനെ പോവുകയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളിപ്പാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല, അത് ക്രൂശിനെ ചുവട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ അകത്തൊരു തീ എവിടെ നിന്നാ വീണേ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വിശ്വസ്തയോടെ എന്നെ സേവിച്ച എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ അഗ്നി വീണതാ. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, പ്രിയ രായ്ച്ചാനൊക്കെ ഇരിപ്പുണ്ട്, എൻ്റെ അമ്മയും അപ്പനെയൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നിന്നോട് ദൈവം പറഞ്ഞ ദൂത് നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാൽ ലഭിച്ചതാണെങ്കിൽ അത് നിവർത്തിക്കാതെ നിന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുകയില്ല. നിനക്കകത്ത് തീ വന്നെങ്കിൽ നിന്റെ പേര് പുറത്താ. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്ന ദൂത് നിങ്ങളുടെ പ്രാർത്ഥന ഡയറിക്കകത്ത് എഴുതി വെക്കാൻ ദൈവാത്മാവ് ഞാൻ പറയുന്നു. ഓ പ്രൈസ് ഗോഡ്. ഈ വചനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദാവീദിനോട് ദൈവം പറയുക, ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിന്റെ നാമമാക്കും. എത്ര പേർക്ക് ആ ദൂത് ഇന്ന് രാത്രി ആവശ്യമുണ്ട്? ഈ സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാരടക്കം ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, സ്വന്തം വായിൽ നിന്നല്ല, ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഓർപ്പിച്ചതോടെ ഞാൻ പറയുക, ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിന്റെ നാമമാക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഭൂമിയിലുള്ള മഹാന്മാരുടെ ലിസ്റ്റിൽ നിന്റെ പേരവൻ കയറ്റാൻ പോകുകയാ. വിശ്വസിക്കാവോ? ദൈവം ആരാണെന്നോർത്താ ദൈവത്തെ സേവിക്കുന്നത്. ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ച മാതാപിതാക്കളുടെ തലമുറയെ ഇന്ന് രാത്രി നിന്റെ പേര് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പേര് പുറത്തു വരണല്ലോ, അഭിഷേകം അകത്ത് നിറഞ്ഞാൽ മതി. നിന്നെ ഏറ്റവും പുറകിലത്തെ സീറ്റിലാണെങ്കിലും നിനക്ക് സീറ്റ് കിട്ടിയതെങ്കിലും അഭിഷേകം നിന്റെ അകത്ത് തിളയ്ക്കുമ്പോൾ നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. 100 കണക്കിന് പേർ നിന്റെ ശുശ്രൂഷക്കെതിരെ വാദിക്കുമ്പോൾ ഓർക്കുക, നിനക്കെതിരെ പ്രതികരിക്കുന്നവരെക്കാൾ ഉന്നതനായ ഒരുവനാണ് നിന്നെ അഭിഷേകത്താൽ നിറച്ചത്. പ്രൈസ് ദി ലോർഡ്. ചില സാഹചര്യങ്ങളിൽ നാം ഓർക്കും, എന്നെ വിളിച്ചതാണോ? പ്രൈസ് ദി ലോർഡ്. വിളി കേട്ടത് എവിടുന്ന? രാത്രി ഞാൻ പറയട്ടെ, ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എത്ര വ്യക്തമായിട്ട് ലഭിച്ചെന്നറിയാമോ?
ഹന്ന പ്രാർത്ഥിച്ചത് വീട്ടിലും ആലയത്തിലും ഒക്കെ ഇരുന്ന. എന്നാൽ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ വളരെ വൈകിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ സ്ത്രീ പ്രാർത്ഥിച്ച മറുപടി ശമൂവേലിന്റെ മുലകുടി മാറിയപ്പോൾ അവനെ കൊണ്ടാക്കിയത് ലോകത്തിലേക്കും വഷളായവരുടെ നടുവിൽ. എൻ്റെ അഭിഷേകം വെളിപ്പെടത്തില്ല. എൻ്റെ സാഹചര്യം നോക്കിയാൽ രാത്രി പറയുന്നവരോടായി ദൂത്. പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിൽ എൻ്റെ വിളി ശരിയാവത്തില്ല, ഈ സാഹചര്യത്തിൽ എൻ്റെ ദൂത് വെളിപ്പെടത്തില്ല. ഈ ഹന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഹന്ന പ്രാർത്ഥിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. ഹന്നയുടെ ആദ്യത്തെ പ്രാർത്ഥന ഇങ്ങനെയാ: കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരും. പല അമ്മമാരും പ്രാർത്ഥിച്ചു: കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ അമേരിക്കയിൽ അയച്ച് ദശാംശം നിനക്ക് തരും. ഹന്ന പ്രാർത്ഥിച്ച്: എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് തരിക. ദശാംശമല്ല, അവനെ മുഴുവനെ അങ്ങ് തരിക. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാമോ? ദൈവം തന്നെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നോക്കി ഒന്ന് സമർപ്പിക്കാമോ? ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചപ്പോൾ ആര് എൻ്റെ ജനത്തെ നിയന്ത്രിക്കും? ദൈവം നോക്കിയപ്പോൾ എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ നോക്കാൻ കൊച്ചിനെ തരണേന്ന. ഒരു സ്ത്രീ മാത്രം പ്രാർത്ഥിക്കുക: എനിക്ക് തന്നാൽ നിനക്ക് തരാം. അത് കൊടുത്തേക്കാം അവക്ക്. പ്രൈസ് ദി ലോർഡ്. ഹന്നയ്ക്ക് കൊടുത്തു. മുലകുടി മാറുന്നത് വരെ ഹന്ന കുഞ്ഞിനെ വളർത്തി. എന്നാൽ അവളുടെ തീരുമാനപ്രകാരം കുഞ്ഞിനെ കൊണ്ട് ആലയത്തിൽ വിട്ടിട്ട്, ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ആണ്ടുതോറും ഈ കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു അങ്കി ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലും. ഇവൻ എത്ര വളർന്നെന്ന് എങ്ങനെ അറിയാം? പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്കറിയാം, പ്രാർത്ഥിക്കുന്ന മാതാവിനറിയാം അവൻ്റെ ആത്മീയവും ഭൗതികവുമായി വളർച്ച. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ തലമുറയുടെ വളർച്ച നീ വിശ്വാസത്താൽ കാണണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ അങ്കിയും കൊണ്ട് പോകുന്നതിന് മുൻപ് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, അവൻ കിടക്കുന്നത് വിളി നഷ്ടപ്പെട്ടവരുടെ നടുവിൽ, ദർശനം നഷ്ടപ്പെട്ടവരുടെ നടുവിൽ. ആലയത്തിലെ വിളക്ക് കെടാൻ പോകുകയാ, അവരുടെ നടുവിലാ എൻ്റെ കുഞ്ഞ് കിടക്കുന്നത്. ഞാനും നീയും പറഞ്ഞത് നമുക്കേ അറിയാവുള്ളൂ. ഞാനും നീയും പറഞ്ഞ തീരുമാനം നമുക്കേ അറിയാവുള്ളൂ, അവനറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ അവനെ വിളിക്കണം. പ്രൈസ് ഗോഡ്. വിശ്വസിക്കുന്നുണ്ടോ? നീ അവനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, അവൻ കേൾക്കുന്നവരെ വിളിക്കും. നീ സേവിക്കുന്ന ദൈവം ജീവനുള്ളവനാണെങ്കിൽ ഒരു വിളി കൊണ്ട് നിർത്തത്തിൽ, അവൻ കേൾക്കുന്നവരെ വിളിക്കും. അനുഭവത്തിൽ നിന്നായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. 4ാമതും വിളിച്ചു. ഞാൻ ഓർക്കുമോ, ദൈവത്തിന് ഒരു വേറെ പണിയില്ലേ? ഇവനെ ഏലിയായിരിക്കും വിളിച്ചെന്ന് ഓർത്ത് പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല. അവസാനം ദർശനം നഷ്ടപ്പെട്ടെങ്കിലും പുള്ളിക്ക് മനസ്സിലായി വിളി മേളിന്ന. പ്രൈസ് ദി ലോർഡ്. ഇനിയും വിളിച്ചാൽ ഇങ്ങനെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനിതാ അതിനോട് പറയണേ, 1 നൂറ്റാണ്ടായി ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവദാസന്റെയും കുടുംബത്തിന്റെയും അനർത്ഥത്തെക്കുറിച്ച് അറിയിക്കാൻ ഒരു പാവപ്പെട്ട സഹോദരിയുടെ മകനെ ദൈവം ഉപയോഗിച്ചു. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ തലമുറയെ നീ വിചാരിക്കുന്നതിനേക്കാൾ വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. നീ വിചാരിക്കുന്ന നിലയിലൊന്നും നിന്റെ മക്കൾ വരത്തില്ല. എന്നാൽ ദൈവം ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്കത് വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുക. ദൈവം നിന്നോട് പറഞ്ഞ ദൂത് ഓരോന്നായി നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ പോകുക. ഞാൻ ഒരു ദൂതും കൂടെ ദൈവാത്മാവ് പറയുന്നത് മാത്രം ഇന്ന് രാത്രി പറയുക. ഈ ദൂത് പറഞ്ഞു തീർത്തില്ലെങ്കിലും ദൈവാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ പറയാൻ പോകുക. നീ വിശ്വാസത്തോടെ എപ്പോഴെങ്കിലും നീ ലോകത്തിന്റെ മാപ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രാത്രി ദൈവാത്മാവിനോട് പറയുന്ന ദൂത് ഞാൻ വിളിച്ച് പറയുക. ലോകത്തിന്റെ മാപ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? ദൈവാത്മാവ് ഒരു ദൂത് പറയാൻ പോകുക. ആ ദേശങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുക. ആ രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുക. ആ രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുക. നിന്റെ യോഗ്യത നോക്കിയല്ല, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നീ കൈവച്ചു പ്രാർത്ഥിച്ച സ്ഥലങ്ങളിൽ നിനക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വാർദ്ധക്യ മാതാവേ പിതാവേ നിന്റെ തലമുറ പോകാൻ പോകുക. നീ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ഈ ദേശം കാണാൻ പോകുക. ഇന്ന് രാത്രി നിന്റെ പേര് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ലോകം മുഴുവൻ നിന്നെ ചവിട്ടി താഴ്ത്തിയാലും അതിനകത്തിരുന്ന് സ്തോത്രത്തിൽ ജാഗരിക്കണം. സമയമാകുമ്പോൾ കോഴിമുട്ടയ്ക്കകത്തുനിന്ന് കുഞ്ഞു പുറത്തു വരുന്നത് പോലെ നീ ജീവൻ പ്രാപിച്ച് തുള്ളിച്ചാടാൻ ആരംഭിക്കും.
മുട്ടയായിരിക്കുന്നിടത്തോളം നിനക്ക് അനങ്ങാൻ പറ്റത്തില്ല. എന്നാൽ ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ നിനക്ക് അനങ്ങാതിരിക്കാനും പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവം ചിലരുടെ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുക. എനിക്ക് കഴിവില്ല, എൻ്റെ ജോലി ചെറുതാണ്, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിനൊരു ദൂത് പറയാൻ പോകുക. ദൈവത്തിന്റെ ഹിതമനുസരിക്കുന്ന ചെറിയവനെയാ ദൈവം ഉപയോഗിക്കുന്നത്. യോനായ്ക്ക് മാനസാന്തരം കൊടുക്കാൻ ഒരു പുഴു മതിയായിരുന്നു. എല്ലില്ലാത്തൊരു പുഴുവിനെ ഉപയോഗിച്ചൊരു മനുഷ്യന് മാനസാന്തരം കൊടുക്കുക. സമുദ്രത്തിന്റെ ആഴത്തിലൂടെ പോകുന്ന തിമിംഗലത്തെയും ആകാശത്തിലൂടെ പോകുന്ന കാക്കയൊക്കെ തൻ്റെ നിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ ഈ ദേശത്ത് മാന്യതയോടെ ദൈവത്തിന്റെ ജോലി ചെയ്യുന്ന, ദൈവത്തിന്റെ വേല ചെയ്യുന്ന, ഈ ലോകപ്രകാരമുള്ള ഉന്നത ജോലി ചെയ്യുന്ന സഹോദരി സഹോദര, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലേ? ഈ പട്ടണത്തിൽ, ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്, കഴിഞ്ഞ രാത്രി പറഞ്ഞ ദൂത് വീണ്ടും പറയുക, ദൈവത്തിന്റെ നാമം ബലമുള്ള നാമമെന്ന് ഈ രാജ്യത്ത് തെളിയിക്കാനാണ്. നന്മ അനുഭവിക്കുന്നതൊക്കെ നല്ലതാ. ക്രൈസ്തലോട് എൻ്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ദൈവാത്മാവ് തരുന്നത് മാത്രം പറയുക. നന്മ അനുഭവിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ നന്മ തന്നവനെ മറക്കരുത്. പ്രൈസ് ഗോഡ്. ആരംഭകാലങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. തകരയിലെയും പച്ചവെള്ളവും ഒക്കെ കുടിച്ചോണ്ടാണ് അവർ നടന്നേ. അമേരിക്കയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ദേവദാസനോട് തകരയിലെന്ന് പറഞ്ഞു. പുള്ളി കുറച്ചു നേരം അവിടെ വന്നു. പുള്ളി ആദ്യമായിട്ട് കേൾക്കുക തകരയില. അതിന് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ്, ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് അല്ല, മലയാളം. ഇപ്പോൾ തകരയില പഴയ പോലെ ആർക്കും അറിയത്തില്ല. പ്രൈസലോട് തലമുറയോട് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇലയാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടാ. അമേരിക്കക്കാരിലയാ തിന്നുന്നേ, സ്വോത്രം. എന്നാൽ ഈ തകരയിലയും പച്ചവെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ട് മുണ്ട് മുറുക്കി ഉടുത്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന ഒരു കൂട്ടം പിതാക്കന്മാർ നമുക്ക് മുൻപിലുണ്ട്. ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ കാലഘട്ടത്തിൽ ദുരുപദേശം പുറത്തു വരുമ്പോൾ ദൈവത്തിന്റെ വചനമറിയാവുന്നവർ പറയും, അങ്ങനെ ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നെങ്കിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ ദൈവമാണ് നയിക്കുന്നതെങ്കിൽ കഷ്ടതയുണ്ട്. കഷ്ടത ഇല്ലെന്നും പറഞ്ഞ് വീട്ടിൽ വരുന്നവരോട് പറയണം, വചനത്തിന് വിരുദ്ധമായ കാര്യം അംഗീകരിക്കുന്നില്ലെന്ന്. സ്വത്രം പറയാൻ പറ്റുമോ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകാത്ത ദൈവദാസന്മാർ ഉപയോഗിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നിന്നെ ഏറിയ വേദനയിലൂടെ വിട്ടതുകൊണ്ടാ നീ ഇന്ന് അനേകർക്ക് പ്രയോജനപ്പെടുന്നത്. എന്റെ മുൻപിൽ അനേക ദൈവഭൃത്യന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വേദനയിലൂടെ കടന്നുപോയ പിതാക്കന്മാരുടെ തലമുറകളെ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ കാരണം അവർ അനുഭവിച്ച വേദനയാണെന്ന് മറക്കരുത്. വിശന്നും ദാഹിച്ചും കർത്താവിന്റെ വേല ചെയ്തവരുണ്ട്. കല്യാണ സദ്യക്ക് ചെന്നിരിക്കുമ്പോൾ ഇലയിൽ ചൂട് ചോറും കറിയും വിളമ്പിയാൽ അതിൻ്റെ മണം എത്ര ഭയങ്കരമാണെന്നറിയാമോ? ഒരുപാട് ദിവസമായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കല്യാണ സദ്യക്ക് വിളിച്ചതല്ലേ, ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, പെന്തക്കോസുകാർ ഇറങ്ങിപ്പോകാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവര് ആരോടും പരാതി പറയാതെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ ഇലയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കാലഘട്ടം പെന്തക്കോസ്തിനുണ്ട്. ഞാൻ പറയട്ടെ, ദൈവമാർക്കും കടക്കാരനല്ല. അവൻ്റെ വിളി കേട്ട് നീ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ മാനിക്കാതിരിപ്പാൻ അവന് കഴിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കുമ്പനാടും തിരുവല്ലായിലും കോഴഞ്ചേരിയിലും റാന്നിയിലുമുള്ള ബഹുനില കെട്ടിടങ്ങളെല്ലാം പെന്തക്കോസുകാരുടെയാ. പ്രൈസ് ദി ലോർഡ്. പലതിലും പാർക്കാൻ ആളില്ല, എല്ലാവരും വിദേശത്താ. കാരണം ദൈവം അനുഗ്രഹിച്ച തലമുറയാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുമ്പോഴാ പിണങ്ങുന്നേ. ദൈവം നന്മ തന്ന് അനുഗ്രഹിച്ചത് കൊണ്ട് ഇപ്പം നമ്മളെ വിളിക്കാത്ത കല്യാണം ദേശത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം മാനിച്ചെങ്കിൽ മാമോദിസായ്ക്ക് വിളിക്കുമ്പോൾ പോകാതെയും കൂടെ ഇരിക്കണം. സ്വോത്രം. പോയതിനായി സ്വോത്രം. മാമോദിസായ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറയണ എന്നാന്നറിയാവോ? ഞാൻ ഉച്ചയ്ക്ക് വരത്തില്ല, 4 മണി കഴിഞ്ഞ് വരാമെന്ന്. അതിനൊരു പ്രമാണം വേദപുസ്തകത്തിലില്ല. നിന്റെ കുഞ്ഞിനെ നീ മാമോദിസ നടത്തുന്നില്ലെങ്കിൽ നീ മറ്റൊരാളുടെ മാമോദിസായ്ക്ക് പോലും തിന്നുന്നത് തെറ്റാ. എന്തുമാത്രം വേണം ഇപ്പം കഴിക്കാൻ പറ്റാതെ ഒരു കോൾഡ് സ്റ്റോറേജിലുള്ളത് മുഴുവൻ ഫ്രിഡ്ജിനകത്തിരിക്കുന്നവർക്കായി സ്വോത്രം. പിന്നെ എന്തിനാ ഈ ഭക്ഷണമാണോ നമ്മളെ തിരഞ്ഞെടുത്തേ? രാത്രി ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുക, പ്രമാണത്തിനകത്ത് നിന്നതുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ പ്രമാണം വിറ്റ് നിന്നരുത്. എന്നോട് യോജിക്കുന്നവർക്കായി സ്തോത്രം.
ഇത് പ്രസംഗിക്കാനായിരുന്നെ വിളിക്കത്തില്ലെന്ന് തോന്നുന്നവരുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏൽപ്പിച്ച ദൂത് മുഖം നോക്കാതെ പറഞ്ഞോളാമെന്നാ ഞാൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രമാണത്തിനകത്തു നിന്നതുകൊണ്ട് നിന്റെ പിതാക്കന്മാരെയും നിന്നെയും അനുഗ്രഹിച്ച നന്മ സ്വർഗം തന്നെങ്കിൽ പ്രമാണം വിറ്റ് ജീവിക്കാൻ ഇടയാകലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാനിത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസിയെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനൊന്നും പ്രസംഗിക്കരുത് കേട്ടോ, മനുഷ്യർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നത് പ്രസംഗിക്കാൻ എന്നോട് ദൈവം പറഞ്ഞിട്ടില്ല. ഇത് വിളിച്ചു പറയാൻ ഇന്ന് ആളില്ല. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുന്ന അനേകരുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്നെ തിരുത്തിയാലേ നിത്യതയെ പാനക്കത്തുള്ളൂ. നീ കാണിക്കുന്ന ചെറിയതാണെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറഞ്ഞേ. അനുഗ്രഹം തടഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വീണ് കിടന്നിട്ട് ചോദിച്ചു, കർത്താവേ നീ എന്നോട് പറഞ്ഞു മുഖം നോക്കാതെ പറയാമെങ്കിൽ ഞാൻ നിന്നെ ഉപയോഗിക്കാമെന്ന്. സഹോദരി എന്നോട് പറഞ്ഞു, ഇത് പറഞ്ഞാൽ നിന്നെ മനുഷ്യർ വെറുക്കുമെന്ന്. എന്തു വേണമെന്ന് ചോദിച്ചു. മറുപടി കേൾക്കേണ്ടവരെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ നിങ്ങളോട് പറയാം. റെയ്നാഡ് ബോങ്കെ എന്ന ദൈവദാസനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് തന്ന നിയോഗം നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ നിയോഗം അനുസരിക്കാൻ കഴിവുള്ള മറ്റൊരാളെ ഞാൻ തിരഞ്ഞെടുക്കും. നീ തലയിൽ കൈവച്ച് ലജ്ജിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഓ പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നോട് ദൈവം പറഞ്ഞത് മുഖം നോക്കാതെ പറഞ്ഞാൽ നിന്റെ പ്രൊട്ടക്ഷൻ സ്വർഗത്തിന്റെ കയ്യിലാണ്. യോഹന്നാൻ സ്നാപകൻ മുഖം നോക്കി പറഞ്ഞതുകൊണ്ട് തല ഇപ്പൊ ഇരിക്കുന്ന താലത്തിലാ. പക്ഷേ ഇന്നും യോഹന്നാനെ മനുഷ്യന് പേടിയാ. ഇന്നും യോഹന്നാൻ ആത്മാവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്തേഫാനോസേ, നീ പറയേണ്ടത് പറഞ്ഞതുകൊണ്ട് കല്ലേറാ വരുന്നതെങ്കിൽ അതിന്റെ നടുവിൽ മറ്റുള്ളവർ കാണാത്തൊരു സ്വർഗം തുറന്ന് നീ കാണാൻ പോകുക. നിന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ഒരു ദൂത് നീ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് രക്തസാക്ഷിയായാൽ അതിനകത്തൂടെ കോടാനുകോടി വിശുദ്ധന്മാർ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. രാത്രി ചിലർ തീരുമാനമെടുക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രി ഞാൻ പറയട്ടെ, ദൈവം തന്ന നന്മ നല്ലതാ. എന്നാൽ അതിനെ നമ്മുടെ ഇഷ്ടത്തിനു വേണ്ടി മാറ്റിയാൽ ദൈവത്തോട് കണക്ക് പറയണമെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പേര് ഉയർത്തണമെങ്കിൽ നീ അഭിഷേകത്താൽ നിറഞ്ഞാൽ മതി. മൂന്നാമത്തെ കാര്യം, ഈ സ്ത്രീയുടെ പ്രത്യേകത, അവൾ കുടുംബജീവിതം തകർന്നവളാ. പ്രൈസ് ദി ലോർഡ്. എത്രയോ കഴിവുള്ള കുടുംബജീവിതം നന്നായി നയിക്കുന്ന സ്ത്രീകൾ ആ പട്ടണത്തിലുണ്ട്. എന്തുകൊണ്ട് ആ സ്ത്രീ അവളെ എടുത്തത്? ഞാൻ പറയട്ടെ, നിന്റെ തകർച്ചയാ ദൈവത്തിന് വേണ്ടേ. മറ്റുള്ളവർ ഒഴുക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ണുനീര് നീ ഒഴുക്കുന്നുണ്ട്. അത് വ്യർത്ഥമായിട്ട് പോകുവാന്ന് അറിഞ്ഞിട്ട് കർത്താവിന് മനസ്സിലായി, ഇവളുടെ അകത്തേക്ക് ഈ സ്പിരിറ്റ് അങ്ങോട്ട് വിട്ടാൽ ഇവള് ശരിയായിട്ട് പറയും. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരുടെ ഏറ്റവും ബലഹീനമായ അവയവം നാവാ. ആ നാവെ തന്നെ കർത്താവ് അങ്ങ് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ നാവ് വളരെ നല്ല നാവാ. എങ്ങനെയാണെന്നറിയാമോ? അനേകരെ മുറിവേൽപ്പിച്ച നാവ്. 5 പേര്, ഇപ്പം 6ാമത്തെ ഒരാൾ ഡ്യൂപ്ലിക്കേറ്റ്. നാവ് നല്ലതാണ്, ഇവരാരെങ്കിലും പോവൂ? പ്രൈസ് ദി ലോർഡ്. അപ്പം പോയതിൻ്റെ അർത്ഥം ഇവരുടെ നാവ് കൊള്ളിയല്ലെന്നാ. അത് സമ്മതിക്കുന്ന സഹോദരിമാർക്കായി സ്തോത്രം. നാവ് നല്ലതല്ലെന്നങ്ങ് സമ്മതിക്കാമെങ്കിൽ ഇന്ന് രാത്രി ആ യാഗപീഠത്തിലെ കനൽ നിന്റെ നാവെ തൊടിയിക്കാൻ പോവുകയാണ്. ഈ 6 പേരോട് വഴക്കിട്ട നാവിനെ രൂപാന്തരപ്പെടുത്തിയാൽ ഒരു പട്ടണത്തെ ഈസി ആയിട്ട് സുവിശേഷീകരിക്കാമെന്ന് കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയൊക്കെ സംസാരം അധികമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോടൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. നീ നന്നായിട്ട് സംസാരിക്കുന്നയാളാണെങ്കിൽ നിന്നെ കർത്താവ് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം. എന്താ പറയേണ്ടത്? ദൈവാത്മാവിൽ വിവേചിച്ച് പരിജ്ഞാനത്തോടെ ദൈവത്തിന്റെ കൃപയോടെ സംസാരിക്കാമെങ്കിൽ നിന്റെ നാവിൽ അവൻ തന്ന ആ അഭിഷേകം ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുക. വിശ്വസിക്കാമോ? നിന്റെ നാവിനെ സ്വർഗം തൊടും. ഇന്ന് രാത്രി സ്വർഗം ചില നാവുകളെ തൊടാൻ പോകുക. നീ നാവ് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചെങ്കിൽ, നിന്റെ നാവിലൂടെ യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞെങ്കിൽ, നീ മുഖാന്തരം ഒരാളെങ്കിലും ജീവനിലേക്ക് മടങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിന് നിന്റെ നാവിനെ ആവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്. നിന്റെ നാവിനെ അവൻ രൂപാന്തരപ്പെടുത്തി അനേകരെ ജീവനിലേക്ക് നയിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു വിധത്തിലും പറഞ്ഞാൽ അംഗീകരിക്കാത്ത സ്വഭാവമുള്ള സ്ത്രീ ആയിരിക്കും ഇവൾ. എന്നാൽ അവളുടെ സ്വഭാവത്തിൽ ദൈവം ഒരു മാറ്റം കൊടുത്തപ്പോൾ അവൾ അവളുടെ കയ്യിലുള്ള പാത്രവും കൂടെ വെച്ചിട്ട് അവൾ ഓടി പട്ടണത്തിലേക്ക്. അവൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ കയ്യിൽ പാത്രമില്ലല്ലോ. കർത്താവ് ഉള്ളിൽ പറഞ്ഞു കാണും, എൻ്റെ പാത്രം നീയാ.
എൻ്റെ പാത്രം നീയാ. അല്പസമയം കഴിയുമ്പോൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ പാത്രം നീ വെച്ചിട്ട് നീ ഒരു പാത്രമാകാൻ പോകുകയാണ്. ഇന്ന് രാത്രി എൻ്റെ സമയം തീരുന്നത് കൊണ്ട് എനിക്ക് മുഴുവൻ പറയാൻ കഴിയുന്നില്ല. ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു പാത്രമാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറയുന്ന ജീവജലം കോരി കൊടുക്കാനുള്ള അഭിഷേകം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരാമോ? രാത്രി വായിച്ച കുറിവാക്യം ഇതാണ്: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അവൻ്റെ ഉള്ളിൽ നിന്ന് നീരുറവ തീരാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവനോട് പറഞ്ഞ ദൂതിലേക്ക് ഞാൻ കടക്കട്ടെ. ചിലരെ നീരുറവകളായി രാജ്യത്ത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ വായിലൂടെ വരുന്ന അഭിഷേകത്താൽ ദൈവം ചില നീരുറവകളെ തുറക്കാൻ പോകുക. നീ ചെല്ലുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് നീ ആള് മാറിയവളെ പോലെ ആയിത്തീർന്ന് അനേകരെ ക്രിസ്തുവിന്റെ പാപത്തിലേക്ക്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നടത്തുവാൻ നിന്റെ നാവിനെ ദൈവം രൂപാന്തരപ്പെടുത്തി നിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ദൈവവചനത്തിന്റെ ആഴവും പുറത്തേക്ക് വന്നിട്ട് നിന്നെ വ്യത്യസ്തമായ ഒരു അഭിഷേകത്തോടെ, അസാധാരണമായ ഒരു അഭിഷേകത്തോടെ ഈ തലമുറയിൽ സ്വർഗം ഉപയോഗിക്കാൻ പോകുകയാണ്. ഇവളുടെ മുമ്പിലിരിക്കുന്ന മെസ്സിഹ ആരാണെന്ന് ഇവൾക്കറിയില്ല. കർത്താവ് അവളോട് പറയുന്നത്, മോളെ, ഒരുപാട് പേര് നിന്നെ മുറിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ നിന്റെ മുറിവ് ഇന്ന് രാത്രി കെട്ടാൻ പോവാ. നിന്റെ മുറിവ് ഇന്ന് രാത്രി സ്വർഗം കെട്ടാൻ പോകുക. ലോകത്തിൽ ആർക്കും അറിയാത്ത ചില മുറിവുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്. നിന്റെ മുറിവിന്റെ ആഴം ലോകത്തിൽ ആർക്കും മനസ്സിലാകയില്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ മുറിവിന്റെ ആഴം എനിക്കറിയാം. എന്തിനാണെന്നറിയാമോ? നീ കൂടുതൽ മുറിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ മുറിവിനെ നീ കെട്ടണം. നീ ഏറ്റവും കൂടുതൽ മുറിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ മുറിവിനെ കെട്ടണം. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നീ മുറിവേറ്റെങ്കിൽ ഒരു ശമര്യക്കാരൻ പുറപ്പെട്ടു വരുന്നുണ്ട്. വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി ഒരു ശമര്യക്കാരൻ പുറപ്പെട്ടു വരുന്നുണ്ട്. നീ നോക്കിയിട്ട് ലേവ്യനോ പുരോഹിതനോ നിന്നെ മൈൻഡ് ചെയ്യാതെ പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? നിയോഗം പ്രാപിക്കാത്ത ആരും നിന്റെ അടുക്കൽ വരണമെന്ന് സ്വർഗം കൽപ്പിച്ചിട്ടുണ്ട്. നിയോഗം പ്രാപിക്കാത്ത ഒരുവന്റെയും ആശ്വാസം നിനക്ക് ആവശ്യമില്ല. എന്നാൽ ലേവ്യനും പുരോഹിതനും കടന്നുപോയിട്ടും വേദനപ്പെട്ട് നിലവിളിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വരാൻ ഒരു ശമര്യക്കാരന് ദൈവം നിയോഗം കൊടുത്തു. നിന്റെ അടുക്കൽ അഭിഷേകം ഏറ്റെടുത്ത നിന്റെ അടുക്കൽ ദൈവത്തിന്റെ ഹീനമല്ലാത്ത ഒരു വ്യക്തി പോലും വരരുതെന്ന് നീ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കണം. ശമര്യക്കാരൻ പുറപ്പെട്ടു വന്നപ്പോൾ അവൻ അടുക്കൽ നിന്നുകൊണ്ട് പറയുക, ലേവ്യൻ പോയില്ലേ, പുരോഹിതൻ പോയില്ലേ, ഇതൊന്നും പറയാൻ അവന് സമയമില്ല. അവൻ വന്നിട്ട് അവന്റെ വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങി. ഇന്ന് രാത്രി അവൻ തന്റെ വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങാൻ പോകുക. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, മുറിവേറ്റ നിനക്ക് വേണ്ടി, മറ്റുള്ളവർ അവഗണിച്ച നിനക്ക് വേണ്ടി വാഹനമൃഗത്തിൽ നിന്ന് അവൻ ഇന്ന് രാത്രി താഴെ ഇറങ്ങാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആത്മാവിൽ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരികയോ, അവന്റെ വാഹനമൃഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്നിട്ട് അവൻ ചെയ്യുന്ന എന്താണെന്നറിയാമോ? നോക്കാത്തവരെ നോക്കി പരാതിപ്പെടുകയല്ല, അവന്റെ കയ്യിൽ നാളുകൾക്ക് മുൻപേ സൂക്ഷിച്ചു വെച്ച വീഞ്ഞു വേണ്ടയുമുണ്ട്. രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ മുറിവ് പറ്റിയ സ്ഥാനങ്ങളിൽ അതിനാവശ്യമുള്ള വീഞ്ഞു പകർന്ന്, എണ്ണ പകർന്ന് നിന്നെ ആക്കേണ്ട സ്ഥലത്താക്കാൻ അവന് കഴിയും. ഞാൻ പറയട്ടെ, ആ മുറിവിന്റെ ആഴമനുസരിച്ച് ആ എണ്ണയുടെ ഉപയോഗം. നിനക്ക് ചെറിയ മുറിവുകളെ കുറച്ച് മതി വീഞ്ഞു എണ്ണയൊക്കെ. നീ ഏറ്റവും കൂടുതൽ മുറിവേറ്റപ്പോൾ നീ ചോദിച്ചില്ലേ, കർത്താവേ, മറ്റുള്ളവർക്കില്ലാത്ത വേദന എനിക്കെന്തുകൊണ്ടാ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്റെ അഭിഷേകം വലുതാ. മറ്റുള്ളവരെക്കാൾ നിന്റെ അഭിഷേകം വലുതാ. ഇന്ന് രാത്രി സ്വർഗം ചിലരോട് കൽപ്പിക്കുകയാ, നിനക്ക് വേണ്ടി പുറപ്പെട്ട ശമര്യക്കാരനെ വിശ്വാസ കണ്ണാൽ കാണാമെങ്കിൽ ലോകത്തിന്റെ പരാതികൾ വിട്ടുകളഞ്ഞിട്ട് നീ ദൈവസ്ഥലം നൃത്തം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിന്റെ മുറിവുകളെ കെട്ടിയിട്ട് നിനക്ക് വേണ്ട സകലതും ചെയ്ത് നിന്നെ ആക്കേണ്ട സ്ഥാനത്താക്കി നിന്നെ നീരുറവയാക്കി പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാനത്തെ കുറിച്ച് നീ അറിയുമ്പോൾ നീ നീരുറവയായി തീരും. നിന്റെ അടുക്കൽ സംസാരിക്കുന്ന ആളെ കുറിച്ച് അറിയുമ്പോൾ നീ നീരുറവയായി തീരാൻ പോകുക. ഇന്ന് രാത്രി നീ ഏറ്റവും മുറിവേറ്റിട്ടാണോ കടന്നു വന്നത്? നീ ഏറ്റവും അവഗണിക്കപ്പെട്ടാണോ കടന്നു വന്നത്? ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഉറവയാക്കാൻ പോകുക. നിന്റെ വായിൽ നിറഞ്ഞു കവിഞ്ഞിട്ട് ദൈവം തന്ന ദൂതുകൾ തിങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക, അത് പുറത്തു വരാൻ സമയമായി.
അതിനെ തടഞ്ഞു നിർത്തുന്ന ഒഴുക്കുകളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ പുറത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്ന ദുഷ്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ ദീപാല ഷാദല റിബി ഖംബരാദല അസ്തര വൈഡാല ബരബരബ ചൂടാനഹ ദൂരകക്ഷന്തല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലത് അഴിഞ്ഞു മാറുകയാ. നാളുകളായി തടയപ്പെട്ട് കിടക്കുന്ന നന്മ ലഭിക്കയില്ലെന്ന് പറഞ്ഞു വാതുകെട്ടുന്ന ദുഷ്ട പോരുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുകയാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നീ തള്ളപ്പെട്ട് കിടക്കുന്ന സ്ഥാനത്തേക്ക് ശത്രു എത്ര ശക്തമായ ആയുധങ്ങളെ അയച്ചാലും അതിനെ തകർക്കുവാൻ കഴിവുള്ളവർ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവാത്മാവിന് ഒരു വലിയ പകർച്ച ഈ ഹോളിനകത്ത് വ്യാപരിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ പകർച്ച വെളിപ്പെടാൻ പോകുക. നീ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ദൈവകൃപയുടെ ആഴം ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്താൻ പോകുക. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയാ. ആഴത്തിലുള്ള അനുഭവങ്ങളുടെ നടുവിൽ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇന്ന് രാത്രി നിന്റെ മേൽ ഇരട്ടി പങ്ക് പകരാൻ പോകുകയാ. കഴിഞ്ഞ നാളുകൾ നിന്റെ വാക്കിന് വിലയില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്റെ വാക്കിന് വില ഉണ്ടാകാൻ പോകുകയാ. നീ പറയുന്ന വാക്കിനകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. നീ കൈ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളുടെ മേൽ സ്വർഗം ഇന്ന് രാത്രി അഭിഷേകം നൽകാൻ പോകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. പൈശാചിക നുഖങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കാൻ പോകുകയാ. നിനക്കെതിരെ അടിക്കുന്ന കൊടുങ്കാറ്റിനെ ഇന്ന് രാത്രി അവൻ ശാന്തമാക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീ കൈ ചൂണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം രോഗികളെ സൗഖ്യമാക്കാൻ പോകുകയാ. നിന്റെ വാക്കിന് സ്വർഗം വില തരാൻ പോകുകയാ. അനേകർ നിന്റെ വാക്കിന്റെ മുമ്പിൽ പാപബോധത്തോടെ നിലവിളിക്കാൻ പോകുകയാ. വിശ്വസിക്കാമോ? ഏറ്റവും പുറകിലിരിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി ചിലതിനെ സ്വർഗം തകർക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് അനേകം മൈലുകൾക്കപ്പുറത്തേക്ക് ദൈവാത്മാവേ ഒരു വലിയ പകർച്ചയിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് വീണ്ടും പറയുക, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ശത്രു എത്ര ശക്തനാണ് നീ ചിന്തിക്കണ്ട. നിന്റെ ശത്രുവിന്റെ ചിന്തകൾക്ക് സ്വർഗം മാറ്റം വരുത്താൻ പോകുക. നിന്റെ ശത്രു നിനക്കെതിരെ ചിന്തിക്കുന്നത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. ഈ വെറും ചെലവെന്തിനാ? ദൈവത്തിന്റെ നാമം നിന്നോട് ഉയരാനാ. ഇത് വെറും ചെലവല്ല. ദൈവ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പട്ടണത്തെ ഇളക്കുവാൻ, ഈ പട്ടണത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ അഭിഷേകം ഏറ്റെടുത്ത ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഈ രാത്രിയിൽ ഇവിടെ ആരംഭിക്കുകയാ. ഇന്ന് രാത്രി നിന്റെ വിചാരങ്ങൾക്ക് അവൻ മാറ്റം വരുത്തുകയാണ്. നിന്റെ വിചാരങ്ങളെ അവൻ മാറ്റി എഴുതാൻ പോകുകയാ. ദുഷ്ടന്റെ തന്ത്രങ്ങളെ അവൻ മാറ്റി എഴുതാൻ പോകുകയാ.
ഇന്ന് രാത്രി സ്വർഗം ചിലരുടെ മേൽ ഒരു അഭിഷേകം പകരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവജനത്തെ സന്ദർശിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. നിന്റെ രോഗം എത്ര ശക്തമായിരുന്നാലും, നിന്റെ രോഗം എത്ര ശക്തമായിരുന്നാലും ഇന്ന് രാത്രി ആ രോഗത്തെ ദൈവം ശാസിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവാത്മാവിന്റെ പകർച്ചയ്ക്ക് നാം തടസ്സക്കാരാകരുത്. ഇന്ന് രാത്രി സ്വർഗം ചെടി അഭിഷേകം ചെയ്യാൻ പോകുകയാ. നാളുകളായ ഒരു ഉറവയ്ക്ക് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അതിന്റെ അഭിഷേകം വെളിപ്പെടുത്താൻ പോകുകയാ. നിന്റെ രോഗമുള്ള ഭാഗത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങുകയാ. ഓ, ദൈവ ശക്തി വ്യാപരിക്കുകയാ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തടയപ്പെട്ട് കിടക്കുന്ന, ഓ, നീ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാത്ത വിഷയങ്ങളുടെ സ്വർഗം ഇന്ന് രാത്രി ഒരു മറുപടി അയക്കുക. ഞാനിത് ആത്മാവിൽ അറിയുക. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞങ്ങൾ ശാസിക്കുകയാ. ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവാത്മാവിന്റെ പകർച്ച ഇറങ്ങട്ടെ. ശക്തികൾ നിന്നെ ജയിക്കാൻ അവൻ അനുവദിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുക. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുക. ശത്രു നിന്റെ കുടുംബത്തിന് നേരെ കെട്ടിയ കെട്ടുകളെ ഇന്ന് രാത്രി യേശു അഴിക്കുകയാ. ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഓ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, കരുതിയ രക്ഷകനു സ്തോത്രം. ത്തോളം ജയം തന്ന ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. രാത്രി ദൈവാത്മാവ് പറയുന്നു, ഊതിയാൽ വിളിച്ചു പറയുക.
ദൈവത്തിന്റെ ആത്മാവ് പറയും, ദൂത് വിളിച്ച് പറയുക, ഇത് പിന്മഴയുടെ കാലമാണ്. ഇത് പിന്മഴയുടെ കാലമാണ്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. യഹോവ ആകാശത്തിൽ മിന്നൽ പിണറുണ്ടാക്കുന്നു. ആഗ്രഹിക്കുന്ന ഏത് സസ്യത്തിനു വേണ്ടിയും മാരിയെ പെയ്ച്ചു കൊടുക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പിന്മഴയുടെ കാലമാണെങ്കിലും നീ അപേക്ഷിക്കാതെ അത് ലഭിക്കത്തില്ല. ഇന്ന് രാത്രി ഒരു ദൂത് ദൈവാത്മാവിനെ ഓർപ്പിച്ചാൽ പറയട്ടെ, ഈ പിന്മഴ വന്നാൽ മനോഹരമായ ആട്ടിൻകൂട്ടത്തെ അവൻ മനോഹരമായ തുരകമാക്കി മാറ്റും. മനസ്സിലായവർക്കായി സ്തോത്രം. ആടിന് ശക്തി കുറവാ, ആടിന് കഴിവില്ലെന്ന് പറയും. എന്നാൽ മനോഹരമായ കുതിരയായാൽ നിന്നെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ആട്ടിൻകൂട്ടമാണെന്ന് പറഞ്ഞ് നീ വേദനപ്പെട്ട് നിലവിളിച്ച് മരിക്കുന്നെങ്കിൽ ശക്തിയേറിയ മഴ പെയ്യുമ്പോൾ ആത്മാവിന്റെ മഴ ഇവിടെ പെയ്യാൻ ആരംഭിക്കുകയാ. ദൈവം നിന്നെ ശക്തിയുള്ള കുതിരയാക്കി മാറ്റാൻ പോകുകയാ. കടിഞ്ഞാണ് കൊണ്ട് പുറകോട്ട് വലിക്കുമ്പോൾ ഇരട്ടി ശക്തിയോടെ മുൻപോട്ട് പോകുന്ന കുതിരയെ പോലെ ദൈവം ചില അഭിഷിക്തന്മാരെ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്നെ ഒരു തുരകമാക്കാൻ പോകുകയാ. അസാധ്യമായ മണ്ഡലങ്ങളിൽ ദൈവിക ജീവൻ വ്യാപരിപ്പിക്കുവാൻ നീ ചെല്ലുന്ന സ്ഥാനങ്ങളിൽ നിന്റെ ശബ്ദം കൊണ്ട്, നീ പറയുന്ന വാക്കിനകത്ത് അഭിഷേകം വ്യാപരിക്കാൻ പോകുകയാ. നിന്റെ കൈ നീട്ടുമ്പോൾ ദൈവം ചില സൗഖ്യം വരുത്താൻ പോകുകയാ. ദൈവദാസന്മാരെ അഭിഷേകം ഏറ്റെടുക്കുക. അഗ്നിയുടെ അഭിഷേകം ഇന്നും ശേഷിക്കുകയാ. നിന്റെ നാവിലൂടെ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. രാത്രി ദൈവം ചിലത് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. രോഗത്തിന്റെ നടുവിൽ സ്വർഗം ഒരു സൗഖ്യം നൽകുകയാണ്. രോഗ വൈദ്യന്മാർ അസാധ്യമെന്ന് പറഞ്ഞത് സ്വർഗം സാധ്യമാക്കുകയാണ്. രാത്രി ദൈവത്തിന്റെ കരം നീട്ടുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നീട്ടട്ടെ. ദൈവത്തിന്റെ കരം നീട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. തകർന്ന കുടുംബജീവിതവുമായി കടന്നു വന്ന വ്യക്തി ഇന്ന് രാത്രി നിന്റെ കുടുംബജീവിതത്തെ സ്വർഗം പണിയാൻ പോകുകയാണ്. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് നിന്റെ പങ്കാളിയോട് സ്വർഗം സംസാരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ സൗഖ്യം ഇന്ന് ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. എന്റെ പ്രാർത്ഥനാമുറിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ഈ സന്ധ്യയിൽ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് വരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഈ ഹോളിനകത്ത് നടക്കാൻ പോകുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിശാചിനെ നീ ശാസിക്കണം. അന്ധകാര ശക്തിയോട് നീ എതിർത്ത് നിൽക്കണം. ആത്മാവിന് നീ ജയമേറ്റെടുക്കണം. നിന്നെ മനോഹരമായ തുരകമാക്കുവാൻ, അന്ധകാര ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ മനോഹരമായി ഒരു വലിയ പകർച്ച ഒരറ്റം മുതൽ മാറ്റി അറ്റം വരെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ദൈവം ചിലരുടെ കേട്ടുകളെ അഴിക്കുന്ന രാത്രിയാണിത്. തകർന്ന ചിലതിനെ പണിയുന്ന രാത്രിയാണിത്. നാളുകളായി അടഞ്ഞു കിടക്കുന്ന ചില നന്മയുടെ വാതിലുകൾ സ്വർഗം ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാ. നിനക്കെതിരെയുള്ള ചില രേഖകളെ ഇന്ന് രാത്രി അവൻ മാറ്റി എഴുതാൻ പോകുകയാ. നിനക്കെതിരെ ശത്രു എഴുതി വെച്ചത് അവൻ പറഞ്ഞ അവകാശവാദങ്ങൾ നോക്കിക്കൊണ്ട് നീ വിളിച്ചു പറയണം, ശത്രുവേ നീ ഞങ്ങളെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ ഞങ്ങളെ ജയിക്കയില്ല. അടിസ്ഥാനമിട്ടവനാണ് വാഴുന്നത്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാമെങ്കിൽ ഇന്നു വരെ നീ സ്വപ്നം കണ്ടിട്ടില്ലാത്ത, ഇന്നു വരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ഉറവ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോകുകയാണ്. നീ ഒരു നീരുറവയായാൽ നിന്റെ വാക്കിനവൻ വില വരുത്താൻ പോകുകയാ. നീ പറയുന്ന വാക്കിൽ പാപികൾ ജീവനിലേക്ക് നടക്കാൻ പോകുകയാ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര ചെയ്ത് ചിലരെ മടക്കിക്കൊണ്ട് വരാനുള്ള അഭിഷേകം ഏറ്റെടുത്തിട്ട് ഇവിടെ നിൽപ്പുണ്ട്. രാത്രി സ്വർഗം അതിനു വേണ്ടി ആരംഭിക്കുക. ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കുന്നു. രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്പസമയം കൂടെ, സമയം വൈകിയെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി നീ നാളുകളായി പ്രാർത്ഥിച്ച ഒരു വിടുതൽ അനുഭവിക്കാതെ മടങ്ങിപ്പോകരുത്. എല്ലാ ദിവസവും ഒരുപോലെയല്ല.
എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിനങ്ങൾ ദൈവത്തിന് സ്പെഷ്യലാണ്, ചില ദിവസങ്ങൾ ദൈവത്തിന് സ്പെഷ്യലാണ്. എല്ലാ ദിവസത്തെയും കറികളല്ല വീട്ടിൽ. വിരുന്നുകാർ വരുമ്പോൾ കറി മാറുകയാ. ഇന്ന് രാത്രി ദൈവം ചിലർക്ക് വേണ്ടി ചില സ്പെഷ്യൽ നൽകാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. ദൈവാത്മാവിന്റെ പകർച്ച ഏറ്റെടുക്കാതെ ഒരു വ്യക്തി പോലും മടങ്ങരുത്. ഇന്ന് രാത്രി ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. നിന്റെ രോഗത്തിനൊരു സൗഖ്യം, കെട്ടിനെ സ്വർഗം അഴിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. ഓ റീബാല ഹംദരാധകാരക അസ്തര വൈഡരാധരാരവ. യേശുവിന്റെ നാമത്തിൽ നാളുകളായി കെട്ടിക്കിടന്ന ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അടഞ്ഞു കിടന്ന ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ റീബാലബ ശതലരബരബ, ഈ ദേശത്ത് വാഴുന്ന ശത്രുവിന്റെ പോരുകളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. രഹസ്യ പാപങ്ങളിലേക്ക് ജനത്തെ വലിച്ചിഴയ്ക്കുന്ന സാത്താന്യ ആക്രമണങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അതേ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരഭിഷേകത്തിന്റെ ഉറവയിലേക്ക് ജനം നടക്കട്ടെ. മനോഹര തുരകങ്ങളായി ജനത്തെ രൂപാന്തരപ്പെടുത്തട്ടെ.